ജോൺ ചേട്ടാ നമസ്കാരം. ഭയങ്കര അടക്കും ചിട്ടയുമായിട്ടാണ് കിഴങ്ങുവർഗ്ഗങ്ങൾ തേങ്ങ സാധനങ്ങളൊക്കെ വേറൊരു സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രവർത്തനം എങ്ങനെ പോകണം മുന്നോട്ട്? ഇവിടെ 12 വർഷമായി കഴിഞ്ഞ മാർക്കറ്റ് തുടങ്ങിയിട്ട് ഇപ്പോ ഒരു നല്ല രീതിയിൽ നല്ല ലാഭത്തിലാണ് മാർക്കറ്റ് പോകുന്നത്. ഈ കൊല്ലം 3-3.5 കോടി രൂപ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ കായ്ക്ക് ഇപ്പൊ വില കുറഞ്ഞതുകൊണ്ട് എത്തില്ല എന്നുള്ളൊരു തോന്നൽ ഞങ്ങൾക്ക് ആയി തുടങ്ങി. കാരണം ടണ്ണേജ് ഉണ്ടാവും, 55-50 നിന്ന് നേരെ കീഴെ പോയി 25-28-30 നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇതുകൊണ്ട് ടേൺ ഓവർ കുറയാനാണ് സാധ്യത. എന്നാലും 3 കോടി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരു കർഷക സമിതി വന്നതിന് ശേഷം നമ്മള് ഇവിടെയുള്ള നാട്ടുകാർക്ക് എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട്? ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഞങ്ങള് തുടങ്ങുന്ന സമയത്ത് വെറും 25,000 ഇന്ന് ഇപ്പൊ ഞങ്ങൾ ഈ 3 കോടിയിലേക്ക് എത്താൻ കാരണം ഈ മാർക്കറ്റിലൂടെ വന്നതിന്റെ കാര്യത്തിലാണ്. അതായത് നമ്മള് ഇതുപോലെ കർഷക സമിതികൾ ഇല്ലാത്ത ഓരോ ഏരിയയിലുള്ള ആലോചിക്കുക. ഒരു സമിതിയിൽ നമുക്ക് അതായത് ഒരു മാർക്കറ്റ് ദിവസം 25,000 എത്താത്തോടത്ത് ഇപ്പൊ ഏകദേശം ഒരു 2-3 ലക്ഷം രൂപയുടെയൊക്കെ ട്രേഡിംഗ് വരെ ആയില്ലേ? അതായത് 25,000-ൽ നിന്ന് നമുക്ക് ഒരു ദിവസത്തെ മാർക്കറ്റ് 3 ലക്ഷത്തോളം വരെ എത്തി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു സ്ഥലം പോലും ഇപ്പൊ നമ്മളെ നാട്ടിൽ വെറുതെ ഇടുന്നില്ല എന്ന് തന്നെയാണ്. പിന്നെ ഇവിടെ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും കിഴങ്ങ് വർഗ്ഗങ്ങളിൽ എന്തൊക്കെയാണ് വരുന്നത്? ഇവിടെ ചേന, ഇപ്പൊ ചെറുകിഴങ്ങ്, അതിപ്പോ പുതിയ വെറൈറ്റി സീസണിൽ ഈ സീസണിൽ ആദ്യമായിട്ട് വന്നതാണ്. നടുതല എന്ന് പറയുന്ന ഒരു സാധനമാണ്. അതായത് വളരെ ചെറുതാണിത്. നടുതല എന്നാണ് ഇതിനെ ശരിക്കും ഇതിനെ പറയുന്നത് വെറൈറ്റി. ചേമ്പ് വന്നു തുടങ്ങി. ചേമ്പ് വന്നു തുടങ്ങി. പണ്ട് കാലത്തൊക്കെ നമ്മൾ പറയുന്നത് ചേമ്പ് വിളവെടുക്കുന്നത് നവംബർ ഡിസംബർ ഒക്കെ ആവണം. ഇപ്പൊ അതൊന്നുമില്ല, ഏകദേശം നേരത്തെ വന്നു തുടങ്ങി. ഇപ്പൊ ചേമ്പിന്റെ ഒക്കെ വില എങ്ങനെയാ മാർക്കറ്റ്? 55 രൂപ. കരിക്ക് വരെ ഉണ്ടല്ലോ. കരിക്കുണ്ട് 45 രൂപ വരെ വരാറുണ്ട്. കരിക്ക് 45. അതുപോലെ തന്നെ ഇടിയൻ ചക്ക ഉണ്ട്. ചക്ക മൂത്തതും വന്നു തുടങ്ങിയിട്ടുണ്ട്. തേങ്ങ എങ്ങനെയാണ് കിലോ പോലെ? തേങ്ങ ഇപ്പൊ 80 രൂപയുണ്ട്. തേങ്ങ 80 രൂപയുണ്ട്. മാർക്കറ്റ് റേറ്റിനേക്കാളും എത്രത്തോളം നമുക്ക് കൂടുതൽ ഇവിടെ കൊണ്ടുവന്ന കർഷകർക്ക് കിട്ടും? മാർക്കറ്റ് 75 തുടങ്ങി ഒരു 80-82 വരെ ഇപ്പൊ പോകുന്നുണ്ട്. കാരണം തേങ്ങ ആ ഓണത്തിന്റെ സമയത്ത് ഗവൺമെന്റിന്റെ നിലവാരം പിടിച്ചിരുത്താൻ വേണ്ടി വെളിച്ചെണ്ണ വില മാർക്കറ്റിൽ കുറച്ചു കൊടുത്തപ്പോൾ ഒരു ഇത്തിരി താഴെ പോയതാണ്. ഇപ്പൊ വീണ്ടും 80-ലേക്ക് എത്തി. പക്ഷെ നമ്മുടെ പേപ്പറിലെ വില വെച്ച് നോക്കുമ്പോ ഇതിലൊരു 10 രൂപ 15 രൂപ വരെ മാറ്റം ഇവിടെ മാർക്കറ്റിലില്ലേ? നമുക്ക് ഇപ്പൊ തേങ്ങ നമ്മൾ വിൽക്കാൻ കൊണ്ടു ചെല്ലുമ്പോ കർഷകൻ എത്ര രൂപ? അത് ഒരു 5 രൂപ 70 രൂപയൊക്കെ കിട്ടുള്ളൂ. ഇപ്പൊ ഇവിടെ ഒരു സൊസൈറ്റി എടുക്കുന്നത് 72-50 ആയിട്ടാണ് വെട്ടി തൂക്കാം. അതിൽ വെള്ളം ഉണ്ടാവില്ല, ഇതിൽ നമ്മൾ ഉരുളെണ്ണ കൊടുക്കണം. അപ്പോ എന്നിരുന്നാലും അവിടത്തേക്കാൾ കൂടുതൽ വില ഇവിടെ കിട്ടുന്നത്. സൊസൈറ്റികൾ വരെ എപ്പോഴും വില കൂട്ടിയാണ് കർഷകരുടെ കയ്യിൽ നിന്ന് സംഭരിക്കുന്നത്. വെള്ളമില്ലാതെ നമ്മള് വെള്ളത്തോട് കൂടിയിട്ടാണ് ഈ വില നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മളിവിടെ വെള്ളത്തോട് കൂടി തന്നെ വില കൂടുതലാണ് കർഷകർക്ക് കിട്ടുന്നത്. അപ്പൊ കർഷകർക്ക് ഇവിടെ തേങ്ങ എത്തിക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. ഇഷ്ടംമാതിരി തേങ്ങ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ എങ്ങനെ എക്സ്പോർട്ടിംഗുകാർക്കോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കൊടുക്കാറുണ്ട്? 4 പേര് ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. ക്വാളിറ്റി ഉള്ള സാധനം മാത്രമേ അവർ യൂറോപ്യൻ കൺട്രീസിൽ കൊണ്ടുപോകാറുള്ളൂ. ഗൾഫ് രാജ്യങ്ങളിലേക്ക് നമ്മൾ ഈ സെയിം സാധനങ്ങൾ തന്നെ അവർ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. നല്ല ഐറ്റംസ് തിരിഞ്ഞു നോക്കി കൊണ്ടുപോകാറുണ്ട്. അപ്പൊ മാർക്കറ്റ് ദിവസം ശരിക്കും ബുധനും ശനിയല്ലേ? അപ്പൊ നമ്മളിപ്പോ എക്സ്പോർട്ടിംഗുകാർക്കൊക്കെ നമ്മൾ അവർ പറയുന്ന ദിവസം നമ്മൾ ഓർഡർ പറഞ്ഞാൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. മാർക്കറ്റിൽ എത്തിച്ചു കൊടുക്കും. അപ്പൊ നമ്മളിപ്പോ ഇന്നീ കാണുന്നതൊന്നും അല്ല ശരിക്കുമുള്ള മാർക്കറ്റ് എന്ന് പറയാ. ഇതിനേക്കാളും ആ റോഡ് വരെ സാധനങ്ങൾ ഉള്ളതാണ്. നമ്മുടെ സമയം മുഴുവനായിട്ടില്ല. കർഷകർ ഇനിയും കൊണ്ടുവരാൻ പച്ചക്കറി ഒരു കുറവില്ല നിൽക്കണം. ഈ മഴ ഇങ്ങനെ കാലാവസ്ഥയുടെ വ്യതിയാനം ശരിക്കും ബാധിച്ചിട്ടുണ്ട് പച്ചക്കറിയിൽ. പച്ചക്കറി ഇവിടെ വെക്കാൻ സ്ഥലമില്ലാത്ത ഒരു അവസ്ഥയിൽ വരാറുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് ശരിക്കും 10 സെന്റ് സ്ഥലത്തിലും ശരിക്കും എല്ലാ സാധനങ്ങളും വെക്കാനുള്ള ഒരു സ്ഥലം ഇല്ല. ശരി, അത്രയും ഒരു ഇതിലാണ്. ഇപ്പൊ ഇൻപുട്ടും കൂടി തുടങ്ങിയപ്പോ അതിന് കുറച്ച് സ്ഥലം അങ്ങനെ പോയി. അപ്പൊ അതിന്റെ ഒരൊറ്റ കാരണം കൊണ്ട് സ്ഥലം സൗകര്യം കുറവാണ്. ഇവിടെ ഇപ്പൊ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ വളരെ നീറ്റാണ്. വളരെ നീറ്റും ഭയങ്കര എന്താ പറയാ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. സാധനങ്ങൾ അറേഞ്ച് ചെയ്യുന്ന രീതികളാണെങ്കിലും ഇവിടെ ഇങ്ങനെ ഇത് ഈ ഷീറ്റ് വിരിക്കാൻ തന്നെ കാരണം നമ്മൾ കായ നിലത്ത് വെക്കുമ്പോൾ മണ്ണിൽ ഒരഞ്ഞ് അത് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. സിമെന്റ് ഇടുകയാണെങ്കിലും ഒരയാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരഞ്ഞ് കേടുവരില്ല. ഒരല്പം സോഫ്റ്റ് ആയിട്ടല്ല ഇത് നിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം? രാവിലെ എത്ര മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും? എങ്ങനെയാണ് കർഷകൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ? 7:45 കാലത്ത് 7:45 തൊട്ട് രാത്രി ഇവിടെ ലേലം കഴിയുമ്പോൾ 7 മണി വരെ ഉണ്ടാവും. അപ്പൊ ഈ സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ കർഷകൻ എങ്ങനെയാണ് അവരെ സാധനം തൂക്കി എങ്ങനെയാണ് അതിന്റെ? ഇവിടുത്തെ കർഷകർക്കെല്ലാം കോഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കോഡ് നമ്പർ എഴുതിയിട്ട് വെക്കുന്ന ഐറ്റത്തിന്റെ പേരും തൂക്കവും എഴുതും. സ്ലിപ്പിൽ ഞങ്ങള് ഇട്ടിട്ട് ലേലം ചെയ്യുന്ന ആളുടെ പേരും വിലയും കുറിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പിന്നെ ഞങ്ങൾ കമ്പ്യൂട്ടറിൽ കയറ്റണത്.
അതായത് കൃഷിക്കാരന്റെ പേര് നമ്മള് പേര് ചിലപ്പോ എഴുതില്ല, കോഡ് നമ്പർ ഉള്ളവന്റെ കോഡ് നമ്പർ എഴുതുള്ളൂ. കമ്പ്യൂട്ടറിൽ അടിക്കുമ്പോൾ ആ പേര് കൃത്യമായിട്ട് വരും അടിക്കുമ്പോൾ. ഞങ്ങള് ഈ മാർക്കറ്റിൽ മാത്രമാണ് അങ്ങനെ ഒരു പ്രത്യേകതയുള്ളൂ. കോഡ് നമ്പർ കമ്പ്യൂട്ടറിൽ ഞങ്ങളുടെ എല്ലാവരും അപ്പോ ഇത് ആ നമ്പർ അടിക്കുമ്പോൾ ആളുടെ അഡ്രസ്സും പേരും എല്ലാം അതിൽ വരും. അങ്ങനെയാണ് അത് സോഫ്റ്റ്വെയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ തൂക്കി വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ കർഷകന് പോവാം. പിന്നെ നമ്മള് അതെ പിന്നെ അവര് പിറ്റേ ചന്തയ്ക്ക് പൈസ വഴി തന്നെ വരാറുള്ളൂ. സാധാരണ 100% കർഷകർ അങ്ങനെയാണ്. ചിലവര് നമ്മൾ വെച്ച ഉൽപ്പന്നത്തിന് എന്ത് വില കിട്ടിയെന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചു ചോദിക്കും. അല്ല, മാർക്കറ്റിൽ വന്ന് നിൽക്കാറുണ്ട്, ലേലം കാണാൻ വേണ്ടി വന്ന് നിൽക്കാറുണ്ട്. ഇപ്പൊ നമ്മള് ഇവിടുന്ന് എറണാകുളം, പിന്നെ കോട്ടപ്പുറം, പറവൂര്, ചെറിയാട്, അങ്ങനെ കോസ്റ്റൽ ഏരിയയിലേക്കാണ് കൂടുതൽ പോണേ. പിന്നെ എറണാകുളത്തുകാർ വന്നു കഴിഞ്ഞാൽ ഈ മാർക്കറ്റിൽ അവര് ഒരു സാധനം വിളിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് മറ്റാർക്ക് കൊടുക്കാറില്ല. വില എത്ര വേണമെങ്കിലും വിളിക്കും. കാരണം അങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ് അവര്. കാരണം ടൗണിൽ ഈ ക്വാളിറ്റി ഉള്ള സാധനത്തിന് അതേമാതിരി വില കിട്ടും. ഓരോത്തിന് നാടൻ ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഒരു വില എറണാകുളത്തുകാർ തരും. അപ്പൊ നമ്മൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം, എത്രയോ ഈ നേരം കൊണ്ട് തന്നെ കുറെ കർഷകർ ഇവിടെ വരുന്നു, വണ്ടിയിൽ വരുന്നു, സാധനങ്ങൾ വെക്കുന്നു, പോകുന്നു, വളരെ സജീവമായിട്ട് തന്നെയാണ്. അപ്പൊ ഇതെന്തായാലും 12:30 വരെ ആവുമ്പോഴേക്കും ഈ മാർക്കറ്റ് ഫുള്ളാവും. 12 കഴിഞ്ഞാൽ ലേലം തുടങ്ങും, കച്ചവടക്കാർ വരും. ലേലം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഇത് എഴുതാനും കാര്യങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മളൊരു സമയം പറഞ്ഞിട്ടുണ്ട്. 12 മണിക്ക് മുമ്പ് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ എത്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും 1 മണിയായാലും 2 മണിയായാലും ആൾക്കാർ ഉൽപ്പന്നങ്ങൾ കർഷകർ കൊണ്ടുവന്നാൽ ഞങ്ങളത് സ്വീകരിക്കും. അപ്പൊ എന്തായാലും ഇതുപോലെ ഒരു മാർക്കറ്റും അതുപോലെ ഒരു 50 സെന്റ് അല്ലെങ്കിൽ ഒരു ഏക്കറൊക്കെ സ്ഥലമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ ജീവിക്കാൻ പറ്റില്ലേ? പറ്റും. പണിയെടുക്കാൻ തയ്യാറാവണം. സ്വയം പണിയെടുക്കാൻ തയ്യാറാവണം. കാരണം ഇന്നിപ്പോ ഇവിടെ ഒരു 1000 രൂപ കൊടുക്കാതെ ഒരു കൂലിക്ക് ഒരാളെ കിട്ടുന്നില്ല. നമ്മൾ സ്വയം തയ്യാറായി കഴിഞ്ഞാൽ നല്ല ലാഭത്തിൽ കൊണ്ടുപോകാൻ കഴിയും. ഇപ്പൊ നമ്മൾ നോക്കിയപ്പോ ഈ പയറിനൊക്കെ 110 രൂപ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിന് ഞങ്ങള് 170, 210 രൂപ വരെ ഒരു കിലോ പയർ കൊടുക്കും. 200 രൂപയ്ക്ക് വരെ വിളിച്ചിട്ടുണ്ട്. 210, 212, 15 വരെ ഓണത്തിന് ഞങ്ങൾ പയർ വിറ്റിട്ടുണ്ട്. 1 കിലോ പയർ. റേഷൻ ഫ്രൂട്ടും ഒരു 170, 200 ഒക്കെ ഉണ്ട്. എറണാകുളക്കാർ വന്നു കഴിഞ്ഞാൽ അതിന് പിന്നെ വില നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഈ ഫാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യാന്നൊക്കെ പറയുന്ന ഒരു വീടിന്റെ മുറ്റത്ത് വെറുതെ ഒരു പന്തലിട്ട് കുറച്ച് ഇതിട്ട് കഴിഞ്ഞാൽ അതിന് ആയുസ് കൂടുതലുള്ളതാണ്. കൂടുതൽ വില കിട്ടും. ഞങ്ങളുടെ ഒരു ട്രേഡറാണ്. സ്ഥലം എവിടെയാണ്? എന്റെ തൃശ്ശൂര്. നാടൻ സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പാണോ? മാത്രം വെക്കുള്ളൂ, വേറെ ഒന്നും കൊണ്ടുപോകില്ല. വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്ന സാധനങ്ങൾ? വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ചെറുകിഴങ്ങ്, പിന്നെ മധുരം ചേമ്പ്, വെള്ളക്കൂവ, പഴയ കാലത്തെ കൂവൊക്കെ അല്ലേ, അതൊക്കെ ഇവിടെ ഞാൻ കണ്ടുള്ള വെറൈറ്റി. ചേമ്പിന്റെ ആള് മുതൽ പിന്നെ ഇതൊക്കെ വേറൊരു നമ്മളെ വേലിച്ചീര, എല്ലാ വെറൈറ്റി ഞാൻ ഇവിടെ എല്ലാ വെറൈറ്റി ഞാൻ ഇവിടെ കണ്ടു. അപ്പൊ ഈ ഇത്ര വെറൈറ്റി സാധനങ്ങൾ വന്നാലും നിങ്ങൾക്ക് വിപണനത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല അവിടെ? ഇല്ല, അത് ഞങ്ങൾ വെറൈറ്റി ആയിട്ട് വെച്ചിട്ട് വിൽക്കും. വെറൈറ്റി അന്വേഷിച്ച ആൾക്കാർ വരും. എക്സ്പോർട്ടുകാര് 100 ഗ്രാമിന് 100 രൂപ ലിറ്റർ അവിടെ എത്ര വിൽക്കുന്നതില്ല. അത് 100 ഗ്രാം എന്ന് പറഞ്ഞാൽ തീരെ ഒരു ചെറിയ കിട്ടുണ്ടാവും. അതിന് 100 രൂപ നമുക്ക് കർഷകർക്ക് വില കൊടുക്കും. അപ്പൊ എന്തായാലും നമ്മളുടെ ഈ വീഡിയോ കാണുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ ജീവിക്കാൻ എന്താ പറയുക, പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ പല പല വെറൈറ്റികൾ കൃഷി ചെയ്യാം, നല്ല വരുമാനം ഉണ്ടാക്കാം. നിങ്ങൾ അവിടെ ഈ നാടൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വരുന്നത് എങ്ങനെയാണ്? എല്ലാ ജനങ്ങളും ഇതിന്റെ ഗുണങ്ങൾ തിരിച്ചറിഞ്ഞോ? അതാണ് ചോദിച്ചത്. നമ്മളെ ചിലവര് മാത്രം, അത് ചില ഹൈ ടീമൊക്കെ വന്നാലും കിലോ പയറത്ര 100 എന്ന് പറഞ്ഞാൽ പേടിച്ചോടുന്നവരുണ്ട്. കാരണം ഭക്ഷണം കഴിക്കുന്നത് പോലും മറ്റേ അവര് നല്ലത് കഴിക്കുന്നില്ല എന്നാണ്. 10 രൂപ കൂടുതൽ നല്ലത് വാങ്ങിക്കാത്ത ആൾക്കാർ കുറെ പേരുണ്ട്. പക്ഷെ അതിനെ അറിയുന്ന ആൾക്കാർ അത് വാങ്ങിച്ചിട്ട് പോകും. ഞങ്ങളുടെ മെമ്പറാണ്. ജോലി വേണ്ടെന്ന് വെച്ചിട്ട് വന്ന ആൾക്കാരൊക്കെ നമുക്ക് എന്തായാലും പരിചയപ്പെടണം. പേരെന്താ? സീമ ജേസൺ. എന്താ ജോലി? എന്താ ഉണ്ടായിട്ട് ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ചാൽ കൃഷിക്ക് വന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടു. എന്താ ഉള്ളതാണോ? ജോലി ഉണ്ടായിരുന്നു എനിക്ക്. ഞാനൊരു 13 വർഷമാണ് ഡി അഡിഷൻ സെന്ററിൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ മെയിനായിട്ട് ഹസ്ബൻഡാണ് കൃഷി ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഞങ്ങൾക്ക് ഹിന്ദിക്കാരൊക്കെ കുറച്ചൊരു പണിക്കാരുണ്ടായിരുന്നു. അവര് കുറച്ച് നാള് നാട്ടിൽ പോയി കഴിഞ്ഞ് വരാണ്ടായി കഴിഞ്ഞപ്പോ പിന്നെ നമുക്ക് അത് ജോലി വിട്ട് ചേട്ടന്റെ കൂടെ ഇറങ്ങി ഞാൻ. എങ്ങനെയുണ്ട് ഇപ്പൊ? പയറൊക്കെയാണല്ലോ കൂടുതൽ? പയറും വെണ്ടയാണ് ഇപ്പൊ കൂടുതലുള്ളത്. അത് കാരണം ബാക്കിയുള്ള പച്ചക്കറികൾ കുറവാണ്. ഇപ്പൊ ഇതിന് ഏകദേശം എത്ര വില കിട്ടും? ഇതിന് 60 രൂപ കിട്ടാറുണ്ട്. 60 രൂപ കിട്ടാറുണ്ട്. എങ്ങനെയുള്ളൂ? മറ്റേ ഓണത്തിന്റെ സമയത്തൊക്കെ 100-120. എന്താണ് കൃഷിയിൽ ഹാപ്പിയാണോ? ജോലി വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയപ്പോ ഞങ്ങള് 10 ഏക്കറോളം സ്ഥലത്ത് ഞങ്ങൾ നെല്ല് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ചേട്ടൻ പാടത്ത് ട്രാക്ടർ അടിച്ചോണ്ടിരിക്കുക. അപ്പൊ അല്ലെങ്കിൽ ആളെ കൊണ്ടുവരാറ് മിക്കവാറും. സംതൃപ്തിയാണോ അല്ലെങ്കിൽ വരുമാനമാണോ ഇതിൽ കൂടുതൽ നമുക്ക് കിട്ടുന്നത്? സംതൃപ്തിയാണ്. സംതൃപ്തിയോടൊപ്പം തന്നെ വരുമാനം ഉണ്ട്. അപ്പൊ എന്തായാലും ജോലി വേണ്ടെന്ന് വെച്ചാലും വിഷമമൊന്നുമില്ല, വളരെ ഹാപ്പി ആയിട്ട് പോകണം. അപ്പൊ എന്തായാലും മുന്നോട്ട് പോവാ. അഭിനന്ദനങ്ങൾ. ഓക്കെ, താങ്ക് യു.